നമസ്കാരം. സിനിമോട്ടോഗ്രാഫർ, സംവിധായകൻ എന്ന നിലകളിൽ സിനിമാ പ്രേമികൾക്കിടയിൽ ഇടം നേടിയ ഒരാൾ. മിൻസാര കനവ്, കണ്ടുകൊണ്ടൻ എന്നീ ചിത്രങ്ങൾ മതി ഇദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ. മലയാളികൾക്ക് മുമ്പിൽ ഗുപ്തൻ എന്ന കഥാപാത്രമായി എത്തിയ രാജീവ് മേനോനാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം സാർ. 18 വർഷത്തിന് ശേഷം വീണ്ടും ഒരു സംവിധാനവുമായി എത്തിയിരിക്കുകയാണ്. എന്തു പറ്റി സാർ ഇത്രയും വലിയൊരു ഗ്യാപ്പ്? അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. അതിങ്ങനെ പല സ്ക്രിപ്റ്റുകൾ എഴുതി പല പ്രോബ്ലംസ് വന്നിട്ട് അതിങ്ങനെ പോസ്റ്റ്പോൺ ആയി. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഇൻവോൾവ് ആയി. പിന്നെ പല ആഡ്സ് ചെയ്ത് പല സ്ഥലങ്ങളിൽ പോയി കറങ്ങി ആഡ് ചെയ്തു. 2 പടങ്ങൾ ഷൂട്ട് ചെയ്തു ആസ് എ ക്യാമറമാൻ, ഗുരു, കടൽ. സോ എന്താന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയി വർക്ക് നടന്നുകൊണ്ടിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഡയറക്ടറിന് ഒരു പോസ് ബട്ടൺ ആയിരുന്നു. ഇത് എവിടുന്നോ ഒരു പോസ് ബട്ടൺ വന്നു. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബോംബെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ് സംവിധാനത്തിലേക്ക് വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം ചെയ്യാം, ഈ സിനിമോട്ടോഗ്രാഫി വിട്ട് സംവിധാനത്തിലേക്ക് വരാനുള്ളൊരു? ഇല്ല, എനിക്കുള്ളിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആഡ്സ് ഡെയിലി ഡയറക്റ്റ് ചെയ്യണതുകൊണ്ട് നമുക്ക് ആ ഡയറക്ഷനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ മണിരത്നത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മണി പല സ്ഥലങ്ങളിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നീ ഡയറക്റ്റ് ചെയ്യാം, നിനക്ക് ഡയറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും. മണിയുടെ കൂടെ വർക്ക് ചെയ്ത പല ക്യാമറമാൻ ലൈക്ക് സന്തോഷൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നവരാണ്. സോ അത് മണിക്ക് ഒരു പ്രോബ്ലം അല്ല. മണി എല്ലാവരും എൻകറേജ് ചെയ്യും. എല്ലാവരും കെമിസ്ട്രി വലുതാണ്. മണിരത്നം സാറിന്റെ കൂടെയാണ് എനിക്ക് തോന്നുന്നു ഒരു 3-4 പടം ചെയ്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് AR റഹ്മാനുമായിട്ടുള്ളൊരു കെമിസ്ട്രി. സാറ് സംവിധാനം ചെയ്ത 2 പടം, അല്ലാതെ കുറേ സിനിമകൾ, ഇപ്പോഴത്തെ സർവം താളമയം വരെ, അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധവും ആ ഒരു കെമിസ്ട്രി വന്ന് കുട്ടിക്കാലത്തോട്ട് ഫ്രണ്ട്സ് ആണ്. ദാറ്റ് ഈസ് ഞാൻ പറയണത്. എൻ്റെ വർക്കിംഗ് ലൈഫിൽ ആഡ്സ് തൊട്ട് AR എന്ന് ചെയ്യാറുണ്ട്. പിന്നെ ആദ്യം പല സക്സസ്ഫുൾ ജിംഗിൾസും ദിലീപ് ആയിരിക്കുന്ന ഇന്ന് എല്ലാവരും അറിയപ്പെടുന്ന AR റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ കല്യാണം, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ എല്ലാ ഫങ്ഷൻ എല്ലാത്തിലും നമ്മൾ ഇൻവോൾവ് ആയിരുന്നു. ആൻഡ് അത് കാരണം കൊണ്ട് ഒരു പേഴ്സണൽ ലെവലിലൊരു ബന്ധവും പിന്നെ ഈ പാട്ടിനോടുള്ള വളരെയധികം ഉള്ള ഒരു എന്താ പറയണേ ഇൻട്രസ്റ്റും, ഈ ഇതിൽ തന്നെ പല സാധനങ്ങൾ പഠിക്കാനുള്ളതായിട്ടൊരു ഇൻട്രസ്റ്റ് ARനുണ്ട്. ARന് ടെക്നിക്കലായി പുതിയ സാധനങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റും ഉണ്ട്. ആൻഡ് ഹീസ് എ സ്റ്റുഡൻറ് ഓൾ ദ ടൈം. സോ ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. മിൻസാര കനവ്, കണ്ടുകൊണ്ടൻ 2 സംവിധാന ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ സിനിമോട്ടോഗ്രാഫി ചെയ്തു. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്കും തിരിച്ചു വരികയാണ്. ഈ ഗുപ്തൻ എന്ന് പറഞ്ഞ കഥാപാത്രം അഭിനയിച്ചു, എന്തുകൊണ്ടാണ് ഈ സംവിധാനം ചെയ്തതോ അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫി ചെയ്ത സിനിമകളിലൊന്നും അഭിനയിക്കാതിരുന്നത്? ആക്ച്വലി ഞാൻ ഒരു സ്റ്റഡി ക്യാമ്പ് വെച്ച് കേരളത്തിൽ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ നവോദയയിൽ 1 മുതൽ 0 ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഫാസിൽ അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്നു. കുട്ടി എന്തിനാ ഈ ക്യാമറ പിടിച്ചിങ്ങനെ ഓടി നടക്കണേ, നമ്മളുടെ പടത്തിൽ ആക്ട് ചെയ്യുന്നു പറഞ്ഞു. എനിക്ക് ആക്ട് ചെയ്യാനൊന്നും വേണ്ട, എനിക്ക് ക്യാമറയിൽ എന്തെങ്കിലും ചെയ്യണം പറഞ്ഞു. പിന്നെ അവർ അപ്പച്ചനും ആൾക്കാരൊക്കെ അമ്മയൊക്കെ വിളിച്ചിട്ട് എന്തോ അമ്മ പറയണു പടത്തിൽ ആക്ട് ചെയ്യണം. ഞാൻ പറയണ ഒന്നും അവൻ കേൾക്കില്ല, അവൻ പറയണതന്നെ കേൾക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല, അവൻ്റെ മനസ്സാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, നമ്മളൊരു ആക്ടറായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് ക്യാമറ ചെയ്യാൻ പറ്റില്ല. അത് അന്നത്തെ ഒരു ഫീലിംഗ് ആണ്. അതേ സാധനമാണ് പിന്നെ എനിക്ക് മണി റോജ വിളിച്ചിട്ട് സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഈ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഉണ്ടാവും, അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും. അതൊന്നും സെക്കൻഡ് ഹാഫിനെ പറ്റി ഇതിൻ്റെ റോള് നിങ്ങളാ ചെയ്യാൻ പോണേന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ ക്യാമറ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2 സ്ഥലത്തു നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഫാസിൽ സാർ ഡയറക്ടർ എന്നോട് 2 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ തവണ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ക്യാമറ ചെയ്യണം. അതിനുശേഷം ഞാൻ ക്യാമറ ചെയ്തു. പിന്നെയും മിൻസാര കനവ് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്ടറായ ശേഷമാണ് അതിൻ്റെ പ്രൊമോഷൻ സമയത്താണ് അവരുടെ കുട്ടികളൊക്കെ അത് കണ്ടിട്ട് ഇവിടെ ആക്ട് ചെയ്യാൻ പറഞ്ഞു. തിരിച്ചു ചോദിച്ചപ്പോൾ അയ്യോ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഫ്രണ്ടായിരിക്കുന്ന സുരേഷ് ബാലാജിയാണ് പ്രൊഡ്യൂസർ. പിന്നെ എനിക്കിഷ്ടം ആയ ഒരു ഡയറക്ടറാണ് ഫാസിൽ സാറ്. അപ്പോൾ അവരെല്ലാവരും കൂടി ചോദിക്കണു. പിന്നെ 2 ദിവസമേ ഉള്ളൂ എന്ന്. പിന്നെ എന്താണെന്ന് റോളൊന്നും ഞാൻ ചോദിച്ചില്ല, ഞാൻ ചുമ്മാ വന്നിട്ട് ചെയ്തു. പിന്നെയാണ് ഞാൻ 4 ഷോട്ടിൽ തന്നെ ഞാൻ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ മരിച്ച ഒരു ഡെഡ് പെർഫോമൻസ് ആയിരുന്നു. ആ ഇതിൽ എൻ്റെ ആക്ടിങ് കരിയറും ഡെഡായി. അതോടെ നിർത്തി. അതോടെ ഇവിടെ വുഡൻ പെർഫോമൻസ്, ഡെഡ് പെർഫോമൻസ്, മാറ്റർ കഴിഞ്ഞു, ക്ലോസ്. അപ്പൊ എന്തായാലും അഭിനയിച്ചെന്നായി, അതോടെ തീർന്നതായി, ഇനി പിന്നെ ഉണ്ടാവത്തില്ല. ICUവിൽ കയറ്റി അതിനെ ക്ലോസ് ആക്കി. സാറിന്റെ പുതിയ സിനിമയിലേക്ക് വരാം. സർവം താളമയം, ഒരു മലയാളം പേരുണ്ട്,
മലയാളികൾ പറയുന്ന ഒരു വാക്കുകൂടിയാണ്. തമിഴ് സിനിമയാണെന്നാൽ എന്താണ് ചിത്രം പറയുന്നത്? സർവം താളമയം ഒരു വേർഡ് ചൂസ് ചെയ്തത് തന്നെ ഈ നമ്മൾ താളത്തിനെ പറ്റി, ഒരു താളവാദ്യക്കാരൻ്റെ ജീവിതം, അവൻ്റെ മകന് അവനുണ്ടാക്കുന്ന ആ വാദ്യം വായിക്കാനുള്ള ഒരു ആശ, ഇതൊക്കെ പറയണമെങ്കിൽ വളരെ സ്പെസിഫിക്കായ ഒരു സബ്ജക്റ്റാണ്. ആ സ്പെസിഫിക് സബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെ ഒരു യൂണിവേഴ്സലാക്കാം? ആ യൂണിവേഴ്സലാക്കുന്ന സമയത്ത് എന്തിനാണ് ഈ താളം ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അമ്മയുടെ വയറ്റിൽ ജനിക്കുമ്പോൾ ജനനത്തിന്റെ മുമ്പിൽ തന്നെ തുടിക്കുന്ന ഒരു താളം, മരണം വരയ്ക്കും തുടിക്കുന്ന താളം, നേച്ചർ നമ്മൾക്ക് മുമ്പിൽ താളം, എല്ലാത്തിനും താളമുണ്ട്. ആ താളത്ത് എല്ലാ സ്ഥലത്തുമുള്ള സർവ്വവ്യാപിയായിരിക്കുന്ന താളം ഉണ്ട്. പക്ഷെ നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളിക്കാം. ആ ഒരു താളം വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയണേ ആരാധകനായി അതിൻ്റെ ഒരു പ്രേസിൽ ഉണ്ടാക്കിയ ഒരു ആന്തമാണ് സർവം താളമയം. സോങ്ങും പടമും ഇറ്റ് ഈസ് ഇൻ പ്രേസ് ഓഫ് ദ യൂണിവേഴ്സൽ ബീറ്റ്. സാറിന്റെ മിൻസാരക്കനവ് കണ്ടുകൊണ്ടൻ ആ ചിത്രത്തിലെ പോലെ തന്നെ ഈ സിനിമയിലും മ്യൂസിക് ഡയറക്ടർ എ ആർ റഹ്മാൻ തന്നെയാണ്. അതുകൂടാതെ സാറും അതിന്റെ സംഗീതത്തിലൊരു ഭാഗമായിട്ടുണ്ട്. ഒരു ചെറിയ മ്യൂസിക് ഇല്ലേ, അതിനെക്കുറിച്ച് എ ആർ ഇതിനു വേണ്ടി ആദ്യമായിട്ടാണ് തോന്നുന്നു എ ആർ റഹ്മാന്റെ മ്യൂസിക് ചെയ്യുന്ന സിനിമയിൽ പുറത്തുനിന്നുള്ള ആള് സംവിധാനമാണെങ്കിലും. അതെ, അതൊരു റെയർ സംഭവമാണ്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഈ പടത്തില് പല വിധമായ പാട്ടുകളാണ്. സോ ആദ്യം ഒരു പാട്ട് പീറ്റർ ബീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫാന്റെ ജീവിതത്തിൽ ഒരു ഫസ്റ്റ് ഡേ റിലീസ്. അപ്പൊ 2 മണി നേരം താൻ ഉണ്ണை பார்த்தாலும் 2 ജന്മ സന്തോഷം ഉള്ളിൽ തോന്നുതേ എന്ന് പറയുന്ന ഒരു ഫാനിന് 2 മണിക്കൂറിൽ അവന്റെ ഒരു ഹോൾ ജീവിതം ഹാപ്പി ആവുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് അവൻ ഈ ഒരു വലിയ വിദ്വാന്റെ വായന കേൾക്കണ സമയത്ത് അവന്റെ ജീവിതം മാറുന്നതും, എന്നിട്ട് ആ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് അവന് ഗുരുവെ തേടി പോകുന്ന കാലത്തിൽ അദ്ദേഹത്തിന്റെ ആ അറിവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ഫീലിങ്ങിലാണ് ഈ വരലാമോ പാട്ട്. അത് ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തിരുന്നു. എ ആറും ട്രൈ ചെയ്തിരുന്നു. അപ്പൊ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് വന്നു, വരലാമോ ഉൻ അരുകിൽ പെരലാമോ ഉൻ അരുളൈ. തമിഴിലെ ഒരു വാക്ക് നമ്മൾ മനസ്സിൽ വരികയാണ് അങ്ങനെ. അപ്പൊ ഞാൻ ആ ലിറിക് റൈറ്ററെ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് നല്ല ഇങ്ങനെ ഒരു ലിറിക് നല്ലതാണല്ലോ, ഇതിൽ ഇങ്ങനെ ബാലൻസ് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ അയാൾ എഴുതി. അത് എഴുതി മദൻ കാർക്കി നല്ലൊരു ലിറിക് റൈറ്ററാണ്, യങ് ലിറിക് റൈറ്റർ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പല സാധനങ്ങളിലും വർക്ക് ചെയ്യും. അപ്പൊ ആ ലിറിക് എന്റെ ടേബിളിൽ ഇങ്ങനെ ഇരിക്കണ്ടേ, അതിങ്ങനെ ഡെയിലി എഴുതുന്നതിന് മുമ്പിൽ രാവിലെയും വൈകുന്നേരം ഇങ്ങനെ നോക്കി സമയത്ത് ഒരു ട്യൂൺ വരാൻ തുടങ്ങി. ഇങ്ങനെ ട്യൂൺ വന്നിട്ട് നമ്മൾ വെറുതെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. എന്തായിരുന്നു? വരലാമാ ഉന്നരുകിൽ പെരലാമാ ഉന്നരുളை തിരുമ്പായോ എൻ ദിശയിൽ നീ അസൈവായോ എൻ ഇസையில் നീ அசைவாயோ என் இசையில் அதை காண வரலாமா உன்னருகில் பெறலாமா உன்னருளை திரும்பாயோ என் ദിശയിൽ. നന്നായിരുന്നു. സാർ ആദ്യമായിട്ടാണ്? അതെ, അത് അതിശയമാണല്ലോ. അറിയാതെ സംഭവിച്ചു പോയതാണോ അതോ? ഇല്ല, എന്റെ മുമ്പിൽ ഞാൻ ചില ആഡ്സിനൊക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. രമണികയുടെ മനം പോലെ മാംഗല്യം. അത് ആഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പഴയ ഹിറ്റ് ആയിട്ടുള്ള ഇപ്പോഴും മലയാള മനുഷ്യർക്ക് ഒരുപാട് വരികളുണ്ട്. വായിലെ വിട ഉൾപ്പെടെ അതൊക്കെ നമ്മളുടെ ഒരുപാട് ഹിറ്റുകളുണ്ട്. അപ്പൊ നമുക്ക് സർവം താളമയത്തിലേക്ക് തിരിച്ചെത്തിയാൽ മലയാളികൾ കൂടുതൽ അഭിനയിച്ചിട്ടുള്ള ഇടത്തിറങ്ങിയ തമിഴ് സീനിൽ ഒന്നായിരിക്കും ഇത്. അതെ, ഇത് ജീവി മാത്രമുള്ള ഒരു പക്ഷേ നായിക നെടുമുടി ചേട്ടൻ, വിനീത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മലയാളം കാസ്റ്റിംഗ്? അങ്ങനെ പ്ലാൻ ചെയ്തതല്ല. ആ ക്യാരക്ടേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോ
നെടുമുടി വേണു സാർ അല്ലാണ്ട് വേറെ ആരും ഗുരുവിടെ റോൾ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് മാത്രമേ മൃദംഗം വായിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് എ ഫിക്സ്ഡ്. അപ്പോൾ ഈ റോൾ ജീവിയുടെ റോളിന് നമ്മൾ പലവരെയും ട്രൈ ചെയ്തു. പക്ഷെ ജീവി മാത്രമേ ഒരു മ്യൂസീഷ്യനാണ്, രണ്ട് സൈഡും വായിക്കാൻ പറ്റും. അയാൾ അതിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് റെഡി ആയിരുന്നു. ഒരു കൊല്ലം അയാൾ പോയി ഉമയാൾപുരത്തിൻ്റെ അടുത്ത് മൃദംഗം ഓടിക്കൊല്ലും. സിനിമ ആവശ്യപ്പെടുകയാണ് ഇങ്ങനെയുള്ള. അതെ, എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ മുമ്പിൽ ഒരു ഡോക്യുമെന്ററി ചെയ്ത കാരണം കൊണ്ട് എല്ലാ ആക്ച്വൽ മ്യൂസീഷ്യൻസിന്റെ കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ 12 പേര് ചേർന്ന് വായിക്കണ സമയത്ത് ആ സൗണ്ട് ഇല്ലേ, 12 പേര് ആക്ച്വലി വായിക്കണ സമയത്ത് ഒരു ചെണ്ട കേൾക്കണ മാതിരിയുള്ള ഒരു ലൈവ് ക്വാളിറ്റിയാണ്. ആ ലൈവ് ക്വാളിറ്റി എന്റെ പടത്തിൽ വരണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ആ ലൈവ് ക്വാളിറ്റി വരണമെങ്കിൽ എല്ലാവരും ഒറിജിനൽ പ്ലേയേഴ്സ് ആയാലേ വരുള്ളൂ. എന്നിട്ട് അതിന്റെ മുകളിൽ ലൈവ് സൗണ്ട് ചെയ്യാം. അപ്പൊ ലൈവ് സൗണ്ട് ചെയ്യണം, ലൈവായിട്ട് ഇരിക്കണം, അറിയാവുന്ന ആൾക്കാരും ആയിരിക്കണം. അപ്പൊ അത് വളരെ കുറവ് ആൾക്കാരെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ മണിയുടെ റോളിന് വിനീത്തിന്റെ മുമ്പിൽ നമ്മൾ പലവരെയും ടെസ്റ്റ് ചെയ്തു. പക്ഷെ ആർക്കും ആ ഒരു കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. നല്ല താളജ്ഞാനം ഉള്ളതിനോട് ഡാൻസർ പക്ക ഓഡിഷൻ, എല്ലാവർക്കും പക്ക ഓഡിഷൻ. മോർ ദാൻ 10 ഹീറോയിൻസ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് അപർണനെ ചൂസ് ചെയ്തേക്കുന്നത്. ഈവൻ ജീവി വി ഹാവ് ടെസ്റ്റഡ് 3 people. പക്ഷെ ജീവിക്ക് മാത്രമേ അടുത്തെങ്കിലും വരാൻ പറ്റുള്ളൂ. ഓൺലി നെടുമുടി വേണുവിന് ഓപ്ഷൻ ഇല്ല. പക്ഷെ ഒടുക്കോൾ അനന്ത്നാഗിന് വായിക്കാൻ പറ്റും, പക്ഷെ അയാൾക്ക് തമിഴ് പറയാൻ പറ്റില്ല. നാസറിന് ആക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഇരിക്കാൻ പറ്റില്ല പൊസിഷനിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. സോ ഒറിജിനൽ പ്ലേയേഴ്സ് ഒറിജിനൽ ആയിട്ട് വായിച്ചിട്ട് സഡൻലി വായനന്റെ നടുവിൽ സീനിലേക്ക് പോകും, തിരിച്ച് വായനയിലേക്ക് വരും. ഇതൊക്കെ നമ്മൾക്ക് ഇവരില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഒരു ഫാന്റസി പടം ചെയ്ത മിൻസാര കനവിൽ നിന്ന് കുറച്ച് റിയലിസ്റ്റിക് ആയിരിക്കുന്ന ഓടിക്കോൾ കണ്ടുകൊണ്ടേ ഇത് പരിപൂർണ റിയലിസ്റ്റിക് സിനിമയാണ്. അതില് മ്യൂസിക് ഉണ്ട്. അപ്പൊ മ്യൂസിക്കൽ സീക്വൻസസ് വളരെ റിയലിസ്റ്റിക് ആയി ഉള്ളിൽ വന്നിട്ട് പോകണം. പ്യൂർ കർണാട്ടിക് മ്യൂസിക്കിന്റെ കച്ചേരി ലൈവായി എടുത്ത് വെച്ചിരിക്കുന്നതാ. ലൈവ് പെർഫോമൻസസ് ലൈവ് ഓഡിയൻസിന്റെ മുമ്പിൽ എടുക്കുകയാണ്. ഇതിനുവേണ്ടി തന്നെ ഷൂട്ട് ചെയ്തിട്ട്. സോ അങ്ങനെയൊക്കെ നമ്മൾ കുറെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഒരു ഡിഫറെന്റ് ആയ ഫിലിമാണ്. ഇപ്പൊ ആൾക്കാർക്ക് ഇത് നെക്സ്റ്റ് സീൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരണം. സംതിങ് ഹാസ് ടു ബി ദേർ ടു മനുഷ്യനെ വീട്ടിൽ നിന്ന് തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ കാസ്റ്റിംഗ് ക്യൂരിയോസിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ 3D ഉണ്ടാവണം, അല്ലെങ്കിൽ സ്പെഷ്യൽ എഫക്ട്സ് എന്തെങ്കിലും ആവശ്യമാണ്. ഒരു സ്പെക്ടക്കിൾ ആവശ്യമാണ്, അല്ലെങ്കിൽ വളരെയധികം റിയലിസ്റ്റിക് സ്റ്റോറി ടെല്ലിംഗ് ആവശ്യമാണ്. ഒരു സൂദാനിയോ ഒരു മഹേഷിന്റെ പ്രതികാരമോ ഒരു തൊണ്ടി മുതൽ ദൃക്ഷാക്ഷിനോ വിൽ എന്നെ എറണാകുളത്ത് മദിരാശിയിൽ ഇവിടെ വന്നിട്ട് ആ പടം കാണിക്കാനായിട്ട് എന്നെ തിയേറ്ററിലേക്ക് ഇറ്റ്സ് പുള്ളിങ് മീ. സംതിങ് ന്യൂ ഹാസ് ടു ബി ദെയർ ഇൻ ദ ഫിലിം. ബേസിക്കലി സാർ ഒരു മലയാളിയാണ്. അതെ. സിനിമ ചെയ്തത് തമിഴിലാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴാണ്. അതെ. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ ഇവിടെ നിന്ന് മദ്രാസിലേക്ക് പഠനമായിട്ട് പോയിട്ട് അങ്ങനെ തമിഴ് സെറ്റ് ചെയ്തുകൊണ്ടാണോ? അങ്ങനെയല്ല, ഞാൻ അവിടെ സ്കൂൾ ഫൈനൽ ഇയേഴ്സ് സ്കൂളിംഗ് മദിരാശിയിലായിരുന്നുകൊണ്ട് അതിനുശേഷം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ അവസരം അവിടെയാണ്. ഞാൻ ഒരു മലയാള പടം ക്യാമറയും കൂടെ ചെയ്തിട്ടില്ല. കുറേ തവണ ആൾക്കാർ വിളിച്ചു, എന്തോ കാരണവശാൽ അത് ബ്ലോക്കായി പോയി. പക്ഷെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഞാൻ അരവിന്ദനെ ഭയങ്കര ആരാധിച്ച് അരവിന്ദൻ സാറെ കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് ആവാനായിട്ട് ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട്. എനിക്ക് അരവിന്ദന്റെ പോക്കുവേല്, കുമ്മാട്ടി ഇത്തരം പടങ്ങൾ വലിയ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വളരെയധികം സ്ക്രിപ്റ്റ് വൈസ് വളരെ എന്നെ ബാധിച്ച് ഞാൻ ഒരു 4-5 തവണ വളരെ കെയർഫുള്ളായി കണ്ട് ആ സ്ക്രിപ്റ്റ് 1 ലൈനിലേക്ക് ആക്കി സ്റ്റഡി ചെയ്ത പടമാണ് ഭാർഗവി നിലയം. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഫാൻ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ആർട്ട് സിനിമ വാസ് മതിലുകൾ. എനിക്ക് ഐ ക്ലോസ്ലി ഫോളോ മലയാളം സിനിമ. പക്ഷെ എന്തോ കാരണവശാൽ എന്നെ ഒരു തമിഴനായി കണക്കാക്കിയത് കാരണം കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അധികം വരാത്ത കാരണം കൊണ്ടാണോ, വേറെ അഡ്വർടൈസിങ് അവിടെ കാരണം കൊണ്ട് ആ ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്കൊരു നല്ല പടം കിട്ടിയാൽ ഞാൻ ഡെഫിനറ്റായി ക്യാമറ ചെയ്യും, സംവിധാനം ചെയ്യും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്ടും ചെയ്യും. മരിക്കാത്ത റോളാണെങ്കിൽ ഈ 2000-നും 2018 ഇടയ്ക്ക് തിരക്കിലായിരുന്നു. അത്യാവശ്യം 1-2 പടങ്ങൾ കടൽ ഉൾപ്പെടെ കൂടുതലും അഡ്വർടൈസ്മെന്റ് മേഖല തന്നെയായിരുന്നു. എന്നിട്ട് പഠിപ്പിക്കുക. എന്റെ സ്റ്റുഡൻസ് ഇപ്പൊ മൈൻഡ് സ്ക്രീനിൽ വന്നിരിക്കുന്ന സ്റ്റുഡൻസ് സീക്രട്ട് ഗെയിം ഷൂട്ട് ചെയ്തു, ന്യൂട്ടൺ ഷൂട്ട് ചെയ്തിട്ടുണ്ട്,
ഇവിടെ കാക്ക മുട്ടൈ ഇത് മണികണ്ഠൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. ഈ 96 ആൻഡ് രാക്ഷസിൻ്റെ ക്യാമറ വർക്ക് ചെയ്ത രണ്ടുപേരും നമ്മളുടെ സ്റ്റുഡൻസാണ്. സോ ഞങ്ങൾക്ക് ഇന്ത്യ മുഴുക്കെ നമ്മളുടെ മൈൻഡ് സ്ക്രീൻ സ്റ്റുഡൻസ് പോയി വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതൊരു സോളിഡ് ആക്ടിവിറ്റിയാണ്. അതിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മയും മുതശ്ശനും ഇവരൊക്കെ ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ ഞാൻ ഈ സിനിമ ഫീൽഡിൽ വന്നപ്പോൾ എല്ലാവരും അമ്മയോട് പറഞ്ഞു, എന്താ പയ്യൻ തല തെറിച്ചു പോയി സിനിമയ്ക്ക് വേണ്ടി പോകണ്ടെന്ന്. അന്നത്തെ കാലത്ത് വലിയ പക്ഷെ ഇപ്പൊ പഠിക്കാൻ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ആ ഉള്ളിൽ കിടക്കുന്ന രാജമ മേഡത്തിന്റെ ജീൻസ് ഇപ്പോഴും ഉണ്ട് രാജീവിന്റെ ഉള്ളിൽ. അവൻ സിനിമയിൽ വന്നിട്ടും അധ്യാപകനായി എന്ന് പറയുന്ന മാതിരിയാണ്. അപ്പൊ അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത അതിൽ നിന്ന് അതിന് സിസ്റ്റം വരാനായിട്ട് തന്നെ കുറച്ച് സമയം പിടിക്കും. സോ ഞാൻ പല സാധനങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സിനിമ. ഐ എം ഫാസിനേറ്റഡ് ബൈ റീഡിങ്. സാറിന്റെ സംസാരത്തിലെ ചില സന്തോഷം ഒരു പങ്കുവച്ചു. കാക്കമുട്ട പോലുള്ള സിനിമകൾ എന്റെ സ്റ്റുഡന്റാണ്. സിനിമോട്ടോഗ്രാഫർ, സംവിധായകൻ, അധ്യാപകൻ, ഇതിലേതാണ് സാറിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്? ഐ തിങ്ക് ദ മോസ്റ്റ് സാറ്റിസ്ഫൈങ്, ഏറ്റവും നമുക്ക് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത് സംവിധായകൻ ആൻഡ് റൈറ്റർ. ഐ മീൻ മോസ്റ്റ് പീപ്പിൾ തിങ്ക് സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് സ്റ്റാർട്ട് കട്ട് പറയണ പഴയ സംവിധായകൻ. ഇപ്പം അയാൾക്കൊരു ജോലിയില്ല. ഇപ്പോഴത്തെ സംവിധായകന് കഥ ശൂന്യാകാശത്ത് നിന്ന് ഉണ്ടാക്കുന്നവനാണ്. സോ ഒരു ഓട്ടിയർ തിയറിയിലേക്ക് നമ്മൾ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ റൈറ്റിങ്ങിന് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ തമിഴ് സിനിമ അല്ലെങ്കിൽ മലയാള ചിത്രങ്ങൾ ഒരുപാട് മുന്നേറി എന്ന് പറഞ്ഞു. തമിഴ് സിനിമ അല്ലെങ്കിൽ ഇറാനിയൻ സിനിമയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിൽ ഏത് തരം ചിത്രങ്ങളായിരിക്കും പ്രേക്ഷകരോട് കൂടുതൽ സംവദിക്കുന്നത് എന്ന് സാറിൻ്റെ അഭിപ്രായത്തിൽ? ഐ തിങ്ക് മലയാളം സിനിമയിൽ ഒരു വളരെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് പല കാരണം കൊണ്ടാണ്. എന്താന്ന് പറഞ്ഞാൽ, പണ്ട് നിങ്ങളൊരു പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട് പോകണം, ഇതൊരു ഡയറക്ടറിന്റെ അസിസ്റ്റന്റായി അടിമയായിട്ട് ഒരു 10 കൊല്ലം ജീവിച്ച് പോലെ. പിന്നെ നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ മറ്റൊരു സ്റ്റുപ്പിഡാന്ന് പറഞ്ഞ് ഈ താരങ്ങളെ നിങ്ങൾ വളരെയധികം വന്നിച്ച് താരത്തിന് വേണ്ടി ഒരു കഥ എഴുതി അങ്ങനെ പോകുന്ന ഒരു ഉണ്ടായിരുന്നു. അത് അങ്ങനെ വെയിറ്റ് ചെയ്ത് പലവരും 40-50 വയസ്സായിട്ടും പടം കിട്ടാണ്ട് പോയവരും ഉണ്ട്. ഇന്ന് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു യൂണിറ്റിൽ ജോയിൻ ചെയ്യണു, ഒരു കൊല്ലത്തിൽ തന്നെ അവന് മനസ്സിലായി, എനിക്കിതെല്ലാം മനസ്സിലായിരുന്നു. അത് തെറ്റായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു ചിന്ത വരുന്നത്. ഇല്ല, അവൻ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി കട്ട് ചെയ്തു. അപ്പം കുഴപ്പമില്ലല്ലോ, കോൺഫിഡൻസ് വന്നു. ഈ കോൺഫിഡൻസ് എന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫിഡൻസിൽ നമ്മൾ തട്ടണ ചില സാധനങ്ങൾ അത് നമ്മളുടെ ഓൺ ഒരു സ്പന്ദനം ഉണ്ടാവും, നമ്മളുടെ ഓൺ ഒരു ഐഡിയ. അത് വേറെ ആരും വന്നിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യാണ്ട് നമ്മളെ ഇട്ട കാര്യം അത് ഫൈനലായി നമ്മൾ പേപ്പറിൽ എഴുതിയ സാധനം സ്ക്രീനിൽ വരണ്ടോ ഇല്ലയോ എന്നുള്ള ആ ശങ്ക പോവാണ്. അത് കാരണം കൊണ്ട് ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് നോട്ട് ബീൻ അസിസ്റ്റൻസ് അതിൽ ഇല്ലാണ്ട് വരികയാണ്. അതൊരു എനർജി തരികയാണ്. അത് പോസിറ്റീവായിട്ടാണോ? വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. സ്ക്രീനിൽ ഒരു സെറ്റിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ആരും കണ്ടിന്യൂറ്റി എഴുതുന്നില്ല, എല്ലാവരും വീഡിയോ നോക്കി. പിന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനും നിങ്ങളുടെ കൂടെ ഫുള്ളായി പടമൊന്നും വർക്ക് ചെയ്യാനില്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നു. ബോറടിച്ച് കഴിഞ്ഞാൽ അവൻ പോവും, അതും നടക്കണ്ട്. സോ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ നവാഗത സംവിധായകർ വന്ന സ്ഥലമാണ് മലയാളം. അതെ, ഒരാൾ പോലും പക്ഷേ വിരലിലെണ്ണാവുന്ന ആൾക്കാരായിരിക്കും പിന്നെ സിനിമ ചെയ്തിട്ടുള്ളത്. അതും ഇതിന്റെ പ്രശ്നം കൊണ്ട് തന്നെയല്ലേ? അത് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഒരു പടത്തിന് വേണ്ടി അവര് പരിശ്രമിക്കുന്ന ആ ഒരു ഇതില്ലേ, അതൊരു 3-4 കൊല്ലം പിടിക്കും ഈ ഒരു കഥ ഫോം ചെയ്യാനായിട്ട്. ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി. അതിനുശേഷം ഒരു ഹോട്ടൽ റൂമിൽ ഇരുന്നിട്ട് ഒരാഴ്ചയിൽ ഉണ്ടാക്കുന്ന കഥ പുഷ്ണായി പോകും. അത് വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഈ കഥാകൃത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പൊ വളരെ വളരെ എക്സ്റ്റിങ്ക്റ്റ് ആയിരിക്കുകയാണ്. സെന്റിലിനീസ് ട്രൈബിനെക്കാട്ടിലും കുറവായിരിക്കുന്ന ഒരു ട്രൈബാണ് റൈറ്റേഴ്സിൻ്റെ ട്രൈബ്. വരണ റൈറ്റേഴ്സ് എല്ലാവരും ഡയറക്ടറായി മാറുകയാണ്. സോ റൈറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാരണം കൊണ്ടാണ് ഈ സ്റ്റോറിക്ക് ഒരു ഡെപ്ത് കിട്ടാത്തത്. സാറിൻ്റെ അഭിപ്രായത്തിൽ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ക്രിപ്റ്റ് തന്നെയാണോ? ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ക്രിപ്റ്റാണ്. അതിൽ ഡൗട്ടേ വേണ്ട. ബിക്കോസ്
നമ്മൾ പല പടങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എന്താ അവർ പറയാൻ പോണേന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ എവിടെയോ കുറച്ച് കൺഫ്യൂഷൻ വരും. പിന്നെ സഡൻലി ഒരു ഇന്റർവെൽ ബ്ലോക്കിന് ഒരു ചേഞ്ച്. പിന്നെ പല മലയാളം സിനിമകളിൽ വരുന്ന വലിയൊരു പ്രോബ്ലം സെക്കൻഡ് ഹാഫാണ്. അത് വേറെ എന്തോ തുണിച്ച് കയറ്റി എവിടെയോ അതിൽ കുറച്ച് ദുഃഖം കരയിപ്പിച്ചിട്ട് കൊണ്ടുപോയി തീർക്കണ സമയത്ത് ഒരു ഫുൾ ഫിലിം കണ്ട ഒരു ഫീലിംഗ് കിട്ടില്ല. നമ്മൾ തിരിച്ചു വരാം നമ്മുടെ നാട്ടിൻപുറത്തിലേക്ക്. ചിറ്റൂർ, കൊച്ചിയിലെ എറണാകുളത്തുള്ള ചിറ്റൂരുകാരനായ ഒരു രാജീവ് മേനോൻ പണ്ടെപ്പോഴും പഠനമൊക്കെ മദ്രാസിൽ പോകുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നു, സംവിധായകനാകുന്നു. നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ കൊല്ലവും അറ്റ്ലീസ്റ്റ് ഒരു 4 തവണ വരും. ഇപ്പം കാരക്കാട്ടില് ജനിച്ചു വളർന്ന കാരക്കാട് റോഡിലാണ്, ചിറ്റൂർ റോഡിൽ നിന്ന് SRV വീട്ടിൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ ജീവിച്ച ഞാൻ. എൻ്റെ വീടുകൾ അത് അവിടെ ഓഫീസ് നടക്കണു, ഞങ്ങൾ വന്ന് അത് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതില്ലാണ്ട് മുഹമ്മയുടെ അടുത്ത് എനിക്കൊരു സ്ഥലമുണ്ട്. ഇപ്പം ഞാൻ ഹോളിഡേയ്സ് എപ്പോഴും എൻ്റെ സ്ഥലത്ത് വന്ന് താമസിക്കും, എൻ്റെ റിലേഷൻസിനെ കാണും. അപ്പോൾ ഞാൻ വളരെ അധികം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാനൊരു പ്യൂർ മലയാളി തന്നെയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ പുലിമുരുകൻ പോലുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. മലയാളത്തിലേക്കും ഒരുപക്ഷെ സാറിന്റെ ചിത്രങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചോദിച്ചതെന്താ പറയുക, സാറിന് ഒരുപക്ഷെ ഇവിടെ അഫോർഡബിൾ ആകാൻ പറ്റുമോ എന്നുള്ള സംശയം ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. കഥ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ കഥയിന് വേണ്ടി ഞാൻ എന്താ പറയുക, കഥയുടെ ഫാനാണ്. കഥയിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നവനാണ്. എവിടെ ഒരു നല്ല കഥയും ഒരു അനശ്വരമായ കഥ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിമയാവാൻ ഞാൻ റെഡിയാണ്. അതിൽ ബഡ്ജറ്റ് ഒരു ഇഷ്യൂവേ അല്ല. അപ്പോൾ കുട്ടി നല്ല കഥ എഴുതി കഴിഞ്ഞാൽ നല്ല ക്യാമറമാനായിട്ട് വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, രാജീവ് മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ എന്തിനും തയ്യാറാണ്. അതെ, കാശല്ല പ്രശ്നം, നല്ല കഥയാണ്. അതെയാണ് ആ കഥ ഇഷ്ടപ്പെടാന്നുള്ളത് തന്നെയാണ്. പുതുവർഷത്തിലാണ് ഈ പറയുന്ന താളവും മയവും ഒക്കെയായി ഒരു പുതിയ സിനിമ. പ്രേക്ഷകരോട് എന്താണ് ഈ സിനിമയെ കുറിച്ച്? ഈ പടം വരണേൻ്റെ മുമ്പിൽ പാട്ടുകൾ കേട്ട് രസിക്കുക. പാട്ടുകൾ നിങ്ങളെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായി നിങ്ങൾ വരും. പാട്ട് നിങ്ങളെ മൂവ് ചെയ്തില്ലെങ്കിൽ സമുദായത്തിൽ നടക്കുന്ന ആ കഥ, ഒരു പീറ്റർ എന്ന് പറഞ്ഞൊരു ഇളഞ്ഞൻ്റെ കഥ, അവൻ ഒരു കലയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സിറ്റുവേഷനും അവനെ ഹെൽപ്പ് ചെയ്യുന്നവരും അവനെ എതിർക്കുന്നവരുടെ ആ ഒരു യൂണിവേഴ്സൽ കഥ നിങ്ങളെ ഇൻസ്പയർ ചെയ്യും. സോ പാട്ട് രസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാട്ടിനോട് ഒബ്വിയസ്ലി വരും. സിനിമ രസിക്കുന്നവർക്ക് ഈ ഒരു പുതുമയായ ഫാക്ടർ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ലൈവ് സൗണ്ട്, ഈ പലവിധമായ ഞങ്ങൾ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾക്ക് സിനിമ പ്രേക്ഷകർക്കും സിനിമ രസിക്കുന്നവർക്കും അതിൽ ചില സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എലിമെന്റ്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യൻ സിനിമാ പ്രേമികളും സർവം താളമയമായി തന്നെ സിനിമ എടുക്കട്ടെ എന്ന് വളരെയധികം ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.